ഇന്ന് വളരെ ടേസ്റ്റി ആൻഡ് സ്പൈസി ആയൊരു മാങ്ങച്ചാറായാലോ? വരൂ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിലേക്ക് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ്. മാങ്ങ ഉപയോഗിക്കുന്ന സമയത്ത് ചരിച്ച് എടുക്കാൻ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ സ്പൂൺ ഇട്ടാണ് നമ്മൾ ഇളക്കിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പെട്ടെന്ന് നാശാവാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ശ്രദ്ധിച്ചെടുത്തോണ്ടായിരിക്കാം ഇത്രയും കാലം അത് കേടുവരാണ്ട് നിന്നത്. അതുപോലെ തന്നെ ഉപ്പിലിട്ട നല്ല കാന്താരി മുളകും ഉപയോഗിക്കുന്നുണ്ട് മാങ്ങച്ചാറിലേക്ക്. അതിൻ്റെ കൂടെ തന്നെ ചതച്ച് വെച്ച വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി ചതച്ച് നമ്മൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ചതച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടാൻ ഒരു കാരണമാവുന്നുണ്ട്. പിന്നെ കരിവേപ്പിലയും പിന്നെ അച്ചാറിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കായം, ഉലുവ, കടുക് ഇതെല്ലാം പൊടിച്ചതും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടി ചൂടാക്കാൻ വെക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുക് ചേർ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി പിന്നെ ഉപ്പിലിട്ട് വെച്ച കാന്താരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളുടെ നേരത്തെ പറഞ്ഞ പൊടികൾ കായം, ഉലുവ അതുപോലെ കടുക് പൊടിച്ചത് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ആവശ്യത്തിന്, ഒരുപാട് വേണ്ട, ആവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് തിള വരാൻ നേരത്ത് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ ഉപ്പിലിട്ട് വെച്ച മാങ്ങയും ചേർത്ത് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാങ്ങ ഇട്ടതിന് ശേഷം ഒരിക്കലും നന്നായി തിളയ്ക്കരുത്. ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം തന്നെ അതിലേക്ക് വിനാഗിരിയും അതുപോലെ നമ്മുടെ നല്ലെണ്ണയും ചേർത്ത് കൊടുക്കാം. കാരണം വല്ലാണ്ട് തിളച്ചു പോയാൽ ഒരു പക്ഷേ മാങ്ങ ഉടഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.